നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2021 ജനുവരി 1 ഇന്ന്. അപ്പോൾ ഈ ഒരു ദിവസം ഒരു കേക്ക് റെസിപ്പി ആയിട്ട് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരു സ്പെഷ്യൽ കപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഫ്രോസ്റ്റിംഗ് ആണെങ്കിൽ ബട്ടർക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. പലർക്കും ബട്ടർക്രീം ഫ്രോസ്റ്റിംഗ് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നറിയാം. എന്നാലും അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ് ഈ നമ്മളിന്ന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം, എളുപ്പത്തിൽ തയ്യാറാക്കാം. ഈ ഒരു കപ്പ് കേക്ക് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല അതിൻ്റെ ഒരു രുചി. അത് അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കപ്പ് കേക്കാണ്. ഇപ്പോൾ ഹോം ബേക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിമാൻഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു കപ്പ് കേക്കിന് 100 രൂപ മുതൽ 125 രൂപ വരെയാണ് വില വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അതൊരു നഷ്ടമായിരിക്കില്ല. അപ്പോൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലത്തെ ബോക്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പം ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആണ്. കൂടുതലായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ബിസിനസിന്റെ പേരൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ചെയ്യാനാണെങ്കിൽ തുടക്കത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് ചെയ്യാം. പിന്നെ അല്ലാതെ വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ തന്നെ ഇതുപോലത്തെ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഓരോ കപ്പ് കേക്കായിട്ട് വന്ന് എടുത്ത് കഴിച്ചോളും. നല്ല ഇഷ്ടപ്പെടും കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഒരു സംശയവും വേണ്ട. ഇപ്പം ന്യൂ ഇയർ സ്പെഷ്യൽ കേക്ക് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ന്യൂ ഇയർ സ്പെഷ്യൽ കേക്ക് ഒരു കോഫി കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നമ്മുടെ ഈ കോഫി കേക്ക് റെസിപ്പി ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മുടെ ചിക്കൂസ്റ്റൈൻ ഫാമിലി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റാണിത്. സ്മിത PV എന്ന ആള് അയച്ചിട്ടുള്ളതാണ്. ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് എഴുതി നമ്മുടെ കോഫി കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു പോസ്റ്റാണ്. ഒത്തിരി സന്തോഷം. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട് കോഫി കേക്ക്. പിന്നെ ഫോട്ടോസൊക്കെ അയക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് നല്ല അടിപൊളി കപ്പ് കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മോൾഡാണ് ഇത്. പേപ്പർ കപ്പാണ് ഇത്. നമുക്ക് കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ അത് ഇല്ലാന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന പേപ്പർ കപ്പില്ലേ, ഇതപ്പോൾ അത്രയ്ക്ക് റേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതായാലും മതി. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പം വീട്ടിലുള്ള ചായ കപ്പിൽ നമുക്ക് നല്ല അസലായിട്ട് കേക്ക് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ്. അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റോ അല്ലെങ്കിൽ അടപ്പോ വെച്ച് കൊടുക്കാം. സ്റ്റീലിൻ്റെ ആയാലും അലൂമിനിയത്തിൻ്റെ ആയാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വലുതാണെങ്കിൽ നല്ലത്. അത്രയും കപ്പ് നമുക്ക് അതിൽ കൊള്ളിക്കാനായിട്ട് പറ്റും. നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ മെഷറിംഗ് കപ്പിലേക്ക് 200 ml മെഷറിംഗ് കപ്പാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി മുഴുവനും നമുക്ക് മൈദ വെച്ച് നിറയ്ക്കാം. അപ്പോൾ 1 കപ്പ് ലെവലായിട്ട് മൈദ നിറച്ച് കൊടുക്കാം. അതിപ്പം ലെവലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ തന്നെ ഉപ്പ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം. ബേക്കിംഗ് പൗഡറും മൈദയും എല്ലാം നന്നായിട്ട് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഓയിലല്ല, ബട്ടർ വെച്ചിട്ടാണ്. 100 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. അത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ പേപ്പർ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് മോൾഡൊക്കെ ഗ്രീസ് ചെയ്യാനായിട്ട് എടുക്കാം. ഇപ്പോൾ ബട്ടർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം, തണുത്ത ബട്ടർ എടുക്കരുത്. നമ്മളിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഞെങ്ങുന്ന പരുവത്തിലുള്ളത് എടുത്താൽ മതി. ഇത് നമുക്ക് ബീറ്റർ വെച്ച് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ബട്ടർ ഇല്ലാതെ ഓയിൽ വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇടയ്ക്ക് നമുക്ക് സ്പാച്ചുല കൊണ്ട് സൈഡിലൊക്കെ ഉള്ളതൊന്ന് തട്ടിയിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങ് ബീറ്റ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ആയിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുമിച്ചിടുമ്പോഴത്തേക്ക് എല്ലാം കൂടെ തെറിച്ചങ്ങ് പോകും. 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം മുഴുവനും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കളർ നല്ല വൈറ്റ് കളർ ആവുന്നവരെ, നല്ലൊരു ഫ്ലഫി ആവുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കണം. 3 മുട്ട ഒരുമിച്ച് ചേർക്കേണ്ട, ഓരോ മുട്ടയായിട്ട് ചേർത്തൊന്ന് അടിച്ചടിച്ച് എടുത്താൽ മതി. ഇപ്പോൾ 1 മുട്ട ചേർത്ത് ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മുട്ടയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 3 മുട്ടയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. നല്ല ഫ്ലഫി ആക്കി തന്നെ എടുക്കാം.
ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇതിപ്പോൾ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങ് ശരിയായിക്കോളും. ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിടണ്ട, ഒരു 3 ഭാഗമായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു പാർട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് കുത്തിയൊന്നും ഇളക്കണ്ട, പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം അടുത്ത ബാച്ചും ഇട്ടിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഫുള്ളും ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫുള്ളും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കണം. ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ചേർക്കുന്നത്. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മോൾഡിൽ ഒന്ന് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ബട്ടറിൻ്റെ പേപ്പറിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കൊന്ന് മോൾഡ് മുഴുവനും ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 എണ്ണവും ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 എണ്ണമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ കൊള്ളുന്നുള്ളൂ. അപ്പോൾ എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് എല്ലാ പേപ്പർ കപ്പിൽ നമുക്ക് ഒഴിച്ചെടുക്കാം. ഇത് ഒഴിക്കുന്ന സമയത്ത് ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലായിരിക്കും കേട്ടോ. സാധാരണ നമ്മുടെ ബാറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ലൂസായിരിക്കും, അങ്ങനെയല്ല, ഇത് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. പിന്നെ അത് മാത്രമല്ല ചെറുതായിട്ട് പിരിഞ്ഞതുപോലെ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടും. അതിപ്പോൾ 5 കപ്പിലും 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 കപ്പിനും കൂടെ ബാക്കിയുണ്ട് കേട്ടോ, അത് നമുക്ക് പിന്നെ വെച്ച് കൊടുക്കാം. ഇതിപ്പം ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട്. നമുക്ക് എന്നിട്ട് എല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല ആ ബാറ്റർ എല്ലായിടത്തോട്ടും ഒരേപോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കുകയും വേണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്കായി വരുന്ന സമയത്ത് ഒരു ഭാഗം പൊങ്ങിയും താണും ഒക്കെ ഇരിക്കും. അതുകൊണ്ട് അതിപ്പം ഒരു 1/4 ഭാഗത്തോളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ലപോലെ ചൂടായിട്ടിരിക്കുകയാണ്. നമുക്ക് ബാറ്റർ ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ പ്ലേറ്റിൽ എത്ര കപ്പ് കൊള്ളും എന്നൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു തീയുടെ ചൂടിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് കേക്കിൻ്റെ സ്മെല്ല് വരുമ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 30 മിനിറ്റ് ആയപ്പം കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. 25 മിനിറ്റ് ആയപ്പം സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുറന്ന് നോക്കി ഒന്ന് കുത്തി നോക്കിയിരുന്നു, അപ്പോൾ ആയിട്ടില്ല. ഇപ്പോൾ 30 മിനിറ്റ് ആയപ്പം കറക്റ്റായിട്ട് ആയിട്ടുണ്ടാകും. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് പൊങ്ങി വന്ന് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്കൊരു സ്ക്വയർ വെച്ച് ഒന്നുകൂടെ ഒന്ന് കുത്തി നോക്കാം. ഇപ്പം കറക്റ്റായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ കേക്കും നമുക്കൊന്ന് കുത്തി നോക്കാം. ഒരുപോലെ തന്നെ ആയിരിക്കും ആയിട്ടുണ്ടാവുക. നല്ല സോഫ്റ്റ് ഉണ്ട്, തൊടുമ്പോൾ തന്നെ. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കപ്പ് കേക്ക് നന്നായിട്ട് തണുക്കട്ടെ. ഈ ചൂടോടുകൂടി കേക്ക് ഒരിക്കലും കഴിക്കരുത്. അപ്പോൾ നമുക്ക് പലപ്പോഴും പലർക്കും മുട്ടയുടെ സ്മെല്ല് തോന്നും എന്നൊക്കെ പറയും. അപ്പോൾ ചൂടോടുകൂടി നമ്മൾ കഴിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് മുട്ടയുടെ സ്മെല്ലൊക്കെ തോന്നാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കേക്ക് കഴിക്കുക. ഇനി നമ്മൾ ഇതിൽ ചെയ്യുന്നത് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റുള്ള ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. അതൊന്ന് നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ 3 തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ആദ്യം ചെയ്ത ഒരു മെത്തേഡാണ് ഈ ഒരു കപ്പ് കേക്കിന് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റ് കേക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത് 100 ഗ്രാം ബട്ടറും 200 ഗ്രാം ഐസിങ് ഷുഗറും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വിപ്പിംഗ് ക്രീം ഒഴിച്ചാലും മതി, ഇല്ലെങ്കിൽ പാലായാലും മതി കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഫ്രഷ് ക്രീം എടുക്കുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് നല്ലൊരു ഐസ്ക്രീം ഫ്ലേവറിൽ നമുക്ക് ഈ ഒരു ബട്ടർ ക്രീം ഐസിങ് കഴിക്കാൻ പറ്റും. പിന്നെ വാനില എസൻസും. അതപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും ആ വീഡിയോയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കുകയാണ്. ഇതിപ്പോൾ 100N1 നോസിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ കപ്പ് കേക്കും ഓരോ ഡിസൈനിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് ഡിസൈൻ വേണേലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് 5 ഡിസൈനിലും ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ കപ്പ് കേക്ക് എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കപ്പ് കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അതിലേക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബട്ടർ ക്രീം അങ്ങ് ലൂസായി പോകും. പിന്നെ നമ്മുടെ കപ്പ് കേക്ക് ഒക്കെ ആണെങ്കിൽ നടുഭാഗം ഒരുപാട് കൂർത്ത് പൊങ്ങിപ്പോയിട്ടൊന്നുമില്ല, നല്ല ലെവലായിട്ടാണുള്ളത്. അപ്പോൾ ഈ ഐസിങ് ഒക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ ഈ ഒരു തരത്തിൽ കിട്ടുന്നതാണ് കേട്ടോ നല്ലത്. ഈ ഒരു തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേ പെർഫെക്ഷനിൽ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് കേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു റോസ് ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. മോളാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് വരച്ചിട്ടുണ്ട്. അടുത്ത കപ്പ് കേക്കിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കൊരു റോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിൽ ഈ ഒരു നോസിലാണ് കേട്ടോ എടുക്കുന്നത്. വെറുതെ നീളത്തിൽ ഒരു വര മാത്രമായിട്ടുള്ള ഒരു നോസിലാണ്.
അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ബട്ടർ ക്രീമിന്റെ പൈപ്പിംഗ് ബാഗ് മാത്രമായിട്ട് ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ റോസറ്റ് ചെയ്ത 101 നോസിൽ കുറച്ച് വലുതായിരുന്നു, അപ്പോൾ ഈ ഒരു കപ്ലറിൽ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു സെയിം സൈസിലുള്ളതാണെങ്കിൽ നോസിൽ അഴിച്ചിട്ട് അങ്ങ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ നീളത്തിൽ ഒരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം, ഒരു ഭംഗിയാണ് കാണാനായിട്ട്, വേറൊരു ഡിസൈൻ. ഇനി അതേ നോസിൽ വെച്ച് തന്നെ നമുക്ക് ഇത് മാത്രമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് സാധാരണ ഒരു നോസിലാണ് കേട്ടോ, 101ന്റെ തന്നെ ചെറിയൊരു നോസിലാണ്. 101 എന്നല്ല, എൻ്റെ അടുത്ത് പണ്ടേ ഉള്ള ഒരു നോസിലാണ്, ഈ ഒരു നോസിലാണ്. ആ ഒരു നോസിൽ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. ഇനി അതേ നോസിൽ കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് 5 കപ്പ് കേക്കിലും 5 ഡിസൈനായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ മുകളിലേക്കും എന്താണോ നമുക്ക് താല്പര്യം അത് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ ഗോൾഡൻ ഡസ്റ്റാണ് കുറച്ചിടുന്നത്, അത് കുറച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ടൂത്ത് ബ്രഷിൽ, ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ് വേണം എടുക്കാനായിട്ട്, അതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഗോൾഡൻ സ്പ്രിങ്കിൾസ് ഉണ്ട്, ഇതൊക്കെ എഡിബിളാണ് കേട്ടോ. നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന മുഴുവൻ എഡിബിളാണ്, കഴിക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. റോസറ്റയുടെ നടുക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്, സൈഡിലും കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഗ്രീൻ കളറിലുള്ള ഒരു സ്പ്രിങ്കിൾസ് ആണ്, അത് ഈ ഒരു ഡിസൈനിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്ലൂ കളറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതിൽ കുറച്ച് പിങ്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്, അത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഓറഞ്ച് കളറിലുള്ള സ്പ്രിങ്കിൾസ്, അതിൽ കൂടെ കുറച്ച് ഗ്രീനും കൂടി ഇട്ട് കൊടുക്കാം. ഒക്കെ ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ റോസറ്റയുടെ നടുവിലായിട്ട് ഒരു ചെറിയ ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കുകയാണ്, അതും എഡിബിളാണ്. ഇപ്പം നമ്മുടെ കപ്പ് കേക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കപ്പ് കേക്ക് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്കിതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. കപ്പ് കേക്കിൻ്റെ ആ ഒരു മടക്കുണ്ടാവും ഇതുപോലത്തെ മോൾഡിനൊക്കെ. അപ്പം ഇതുപോലത്തെ മോൾഡാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് 2 സൈഡിൽ നിന്നും ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. വലിക്കുമ്പോഴത്തേക്കും അതങ്ങ് ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇതുപോലത്തെ എല്ലാ ചായയുടെ കപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കീറി അങ്ങ് എടുത്തിരുന്നാലും മതി. ഇപ്പം നമ്മുടെ കപ്പ് കേക്ക് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കപ്പ് കേക്കാണ്. അതിൻ്റെ മുകളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ക്രീം ഐസിങ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ഒരു കടി കൊടുക്കട്ടെ. എന്താ പറയുക, പെർഫെക്റ്റ് കപ്പ് കേക്കാണ്. ആ ഒരു ക്രീമും കേക്കും കൂടെ ഒരുമിച്ച് വേണം കഴിക്കാനായിട്ട്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഇത് കഴിക്കാൻ തുടങ്ങിയാൽ നിർത്താനേ തോന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിതിൻ്റെ ആ ഒരു ടേസ്റ്റ് മറക്കില്ല, പിന്നെയും കഴിക്കണമെന്ന് തോന്നും. അങ്ങനെ ഒരു കപ്പ് കേക്കാണ്. ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ള ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഞാൻ കേക്ക് ഒന്ന് കാണിച്ചു തരാം. കേക്ക് കണ്ടിട്ടില്ലല്ലോ, കേക്കിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്ക്. നല്ല കേക്കിൻ്റെ പോർഷനും നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ ക്രീം ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേക്ക് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരിക്കലും ചൂടോടുകൂടി കഴിക്കരുത് കേക്ക്. അത് ഏത് കേക്കാണെങ്കിലും ചൂടോടുകൂടി കഴിക്കരുത്. അപ്പോൾ നമുക്ക് മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടോയെന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കേക്ക് കഴിക്കുക. ഇനി അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടും കോരി കഴിക്കാം കേട്ടോ. കപ്പ് കേക്ക് അങ്ങ് പതുക്കെ അങ്ങ് കുത്തി അങ്ങ് ഇറക്കിയാൽ മതി. ഇറക്കി അങ്ങ് എടുത്താൽ കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കപ്പ് കേക്കൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തലേദിവസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം കൊടുക്കാൻ സമയമാകുമ്പോഴത്തേക്കും നല്ല കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അവരുടെ അടുത്ത് എത്തി അവരത് കഴിക്കാൻ പാകമാകുമ്പോഴത്തേക്കും ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒക്കെ നല്ല സോഫ്റ്റായി നല്ല പാകത്തിനായിട്ടുണ്ടാവും. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ച് കട്ടിയായിരിക്കും, എങ്കിലും കഴിക്കാൻ ടേസ്റ്റ് തന്നെയായിരിക്കും. എന്നാലും കുറച്ചുകൂടെ സോഫ്റ്റ് ആകുമ്പോഴാണ് കഴിക്കാൻ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം നമ്മളിത് പുറത്ത് വെക്കരുത്. പുറത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ലൂസായി വരുന്നത് പോലെ ഉണ്ടാവും. അങ്ങനെ തോന്നുമ്പം അപ്പം തന്നെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. നല്ല അടിപൊളി ഒരു കപ്പ് കേക്കാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ. ഇപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഓരോ കപ്പ് കേക്കിന് ഇത്ര റേറ്റ് എന്നല്ലാതെ ഒരു സെറ്റിന് 6 എണ്ണത്തിൻ്റെ ഉള്ള ഒരു സെറ്റായിട്ട് തന്നെ കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ 6 എണ്ണത്തിൻ്റെ സെറ്റിന് എത്ര രൂപ? 550 രൂപ, 600 രൂപ, എങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച്, പിന്നെ ഏരിയയ്ക്ക് അനുസരിച്ചൊക്കെ റേറ്റ് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു കപ്പ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ ഷെയർ ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്നും ഒക്കെ അറിയെങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പുതിയ വർഷമല്ലേ, എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.